റെഡിയല്ലേ? ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് നമ്മുടെ തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ആ പൂരത്തിനായി കാത്തിരിക്കേണ്ടതുള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുടമാറ്റം തന്നെയാണ്. ആ വർണ്ണമനോഹരമായ കുടമാറ്റത്തിനായി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കുടകൾ തയ്യാറാക്കുന്ന യൂണിറ്റ്, അതിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഈ കുടകൾ നിർമ്മിക്കുന്നത് എന്ന മനോഹരമായ കാഴ്ച നമുക്ക് കണ്ടുവരാം. തിരുവമ്പാടി വിഭാഗത്തിനായി കുടകൾ നിർമ്മിക്കുന്ന യൂണിറ്റിലെ ഇതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹം അരണാട്ടുകര സ്വദേശി പുരുഷോത്തമൻ. കഴിഞ്ഞ 17 വർഷങ്ങളായി ഈ രീതിയിൽ തിരുവമ്പാടി വിഭാഗത്തിനായി ഇദ്ദേഹം കുടകൾ നിർമ്മിക്കുന്ന ഈ യൂണിറ്റിന് നേതൃത്വം നൽകി വരികയാണ്. സർ നമസ്കാരം, ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ പൂരത്തിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ തകൃതിയായി കുടനിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എത്ര എണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഞങ്ങള് സാധാരണ ഒരു 50 സെറ്റോളം ഇവിടെ ഉണ്ടാവും, 50-15 ഉണ്ടാവും. ഇപ്പോൾ 40 സെറ്റോളം ഇപ്പോൾ വെട്ടി കയറി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ കഴിയും. കറക്റ്റ് ഡെയിലി ഒരു പ്ലാൻ വെച്ചാൽ ചെയ്യാം. ഇത്ര കുട, ഇത്ര പേര്. എത്ര പേരുണ്ട് ഈ ഒരു യൂണിറ്റിൽ? ഒരു 14 പേരുണ്ട്. 14 പേരുണ്ട്. ഓക്കെ. ഇവിടെ ശരിക്കും മൊത്തത്തിലുള്ള കുടകൾ ഉണ്ടാക്കുന്നു, പിന്നെ കുറച്ച് സ്പെഷ്യൽ കുടകളൊക്കെ വേറെ യൂണിറ്റിൽ രഹസ്യമായിട്ടാണ്. അത് അറിയില്ല, നമ്മൾ പോലും അറിയില്ല. അവസാന ആ ദിവസം ആ സമയത്താണ് അത് സസ്പെൻസ് പുറത്തു വരാം. ശരിക്കും ഒരു വാശിയേറിയ മത്സരമാണ്, കാണികൾക്ക് രസകരമായ ഒരു കാഴ്ചയാണ് കുടമാറ്റം എന്ന് പറയുന്നത്. ലോകം മുഴുവൻ പ്രസിദ്ധമായ കുടമാറ്റം അല്ലേ? ശരിക്കും ഈ ഒരു രീതിയിൽ 17 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും പുതിയ പുതിയ വെറൈറ്റികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഇതിന് വേണ്ട തുണികളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ ദിവസം സൂറത്തിൽ നിന്നാണ് പോയി കൊണ്ടുവരുന്നത്. ഇപ്പോൾ കുറെ കൊല്ലങ്ങളായിട്ട് അവിടെ തന്നെയാണ്. 50 സെറ്റ് കുട 15 എണ്ണം വെച്ച്. ശരിക്കും എത്ര സമയം എടുക്കും ഇത് മുഴുവൻ ഉണ്ടാക്കി കഴിയാനായിട്ട്? ഇതിപ്പോ ഞങ്ങൾ 2-2.5 മാസം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പൊ ഏകദേശം 15-15 ഓക്കെ. ഇപ്പോൾ ഇതിപ്പോ ഇപ്രാവശ്യം ഇങ്ങനെ കുറെ ഇങ്ങനത്തെ തുണികൾ കൂടുതലുണ്ട് തോന്നുന്നു അല്ലേ? ഫുള്ള് വർക്കുള്ള തുണികൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് അല്ലേ? പണി എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും നിങ്ങൾ മുൻപൊക്കെ ഇതൊക്കെ ഇങ്ങനെ തുന്നി പിടിപ്പിക്കല്ലേ ചെയ്യാറ്? ഇപ്പോൾ വലിയ വലിയ ഡിസൈൻസ് മാത്രം തുന്നി പിടിപ്പിച്ചാൽ മതി, ബാക്കി ഇതെല്ലാം ഓൾറെഡി ഇങ്ങനെ ഡിസൈൻ ആയിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. പക്ഷേ ഇപ്പോൾ ഇത്രയും എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലും നിങ്ങൾ കുറേ കൈത്തുന്നലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് പണ്ടേ മുതൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ശീലം തന്നെ അല്ല, മെഷീനിലടിക്കാം, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി സേഫ്റ്റി കിട്ടുക ഇതല്ലേ. ഇത് മറ്റേ ചൂരിലാണ്, ടെമ്പർ കൂടുതലാണ്. മറ്റേ മെഷീനിലാകുമ്പോൾ നൂല് ചെറിയ നൂലല്ലേ. അപ്പോൾ അത് നമ്മൾ മാനുവലി ഇതൊക്കെ തുന്നി പിടിപ്പിക്കണം. ഓക്കെ. ശരിക്കും എങ്ങനെയാ ചേട്ടൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്, ഇങ്ങനെ ഈ കുടമാറ്റത്തിന്റെ കുടകൾ തയ്യാറാക്കുന്ന മേഖലയിലേക്ക്? ഇത് നമ്മുടെ ഒരു ഫാമിലി, പെങ്ങളുടെ ഭർത്താവുണ്ടാവും, അവരുടെ ഫാമിലി മുഴുവൻ പാറമേഖല വർക്ക് ചെയ്യും. ഞാൻ അവിടെ തന്നെയായിരുന്നു 40 വർഷം, 41 വർഷത്തോളം, 47 വർഷത്തോളം ഈ വർക്കിൽ തന്നെയാണ്. അവരോട് 30 വർഷം അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 17 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ അവിടെ ഒഴിവ് വന്നപ്പോൾ എന്നെ ചെയ്തു. നിങ്ങൾ സ്പ്ലിറ്റ് ആയിട്ട് അല്ല അങ്ങനെ ഇങ്ങോട്ടായിട്ട് ചെയ്യും. അപ്പൊ അറിയാൻ പറ്റുമോ അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടാക്കണേ? ഇവിടെ അങ്ങനെ സീക്രട്ട് ആയിട്ട് അങ്ങനെ പോക്കോളൂ. ശരിക്കും ഒരു കുട പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു കുട ചെയ്യുകയാണെങ്കിൽ ഒറ്റ ദിവസം വേണ്ടി വരും. ഒറ്റ ദിവസം വേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മള് ഡിവൈഡ് ചെയ്താണ് എടുക്കുക അല്ലേ? അങ്ങനെ ഒരു സെറ്റ് 15 കുട. മൊത്തം ഒരു 5 സെറ്റ് കുട ഒന്നിച്ചിട്ട് ഓരോരോ സെക്ഷൻ ആയിട്ട് ചെയ്യും. അല്ല, ഇവിടെ മേശമേ നിർത്തിയിടും. അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വലിച്ച് കട്ട് ചെയ്ത് അപ്പോൾ ഒരു ദിവസം ഒരു 4-5 സെറ്റ് കുട വെട്ടു. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ സ്റ്റിച്ചിങ് എത്തി. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ കട്ട് ചെയ്തൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്? ഇതൊക്കെ കട്ട് ചെയ്തത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ മാനുവലി സ്റ്റിച്ച് ചെയ്യും, കുറച്ച് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഇങ്ങനെ ഓരോ ഡിസൈൻസ് അതിലല്ലേ? നിങ്ങളത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അതിലേക്ക് തുന്നി പിടിപ്പിക്കും. പിന്നെ ഇതിന് കാല് പിടിപ്പിക്കും. അത് പൊതിയാനാണ് ഇതേ കളറിന് കാല് പൊതിയും, അത് ഇവിടെ തന്നെ ചെയ്യും. കാല് ഇതെല്ലാം കൂടി ഘടിപ്പിക്കും. ഇതിപ്പോ എന്ത് തുണിയാണ് ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും?
ഇത് എന്താ പറഞ്ഞ വെറൈറ്റി തുണികളിങ്ങനെ ബ്രോക്കേഡ് എന്ന് പറയും ഞങ്ങൾ. ഇതൊക്കെ ബ്രോക്കേഡ് തുണികൾ, പിന്നെ വെൽവെറ്റ് ടൈപ്പ് ഉണ്ടല്ലേ? ആ വെൽവെറ്റിലേക്കാണ് നമ്മൾ ഡിസൈൻസ്, വലിയ വലിയ ഡിസൈൻസ് ഒക്കെ തുന്നി പിടിപ്പിക്കുക. ബ്രോക്കേഡ് ഇങ്ങനെ വരുന്നതിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുക? അത് ഇതിലൊന്നും അലക്കൊക്കെ പിടിപ്പിക്കും. അലക്കുണ്ട്, അത് പിന്നെ ഫിനിഷിംഗ് വർക്കല്ലേ, അതിന്റെ അടിയിൽ അലക്ക് വരും. ഇത് ശരിക്കും തുന്നി പിടിപ്പിച്ചാൽ കൊടയായി തുന്നി കഴിഞ്ഞാൽ ഇനി ഇത് മെഷീനിൽ ഞാനിങ്ങനെ നോക്കട്ടെ. തുറന്നു നോക്കിക്കോളൂ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു കുട ഫുൾ തുന്നി എടുക്കാൻ എത്ര സമയം എടുക്കും? അത് ഒരു മണിക്കൂർ എടുക്കും അല്ലേ? കണ്ടോ ഇങ്ങനെ ഇത് ഇതുപോലെയാണ്, കണ്ടോ ഓരോ ജോയിന്റും ഇതിങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്യും അല്ലേ? ഇങ്ങനെ അതന്നെ 2 പീസ് ഉണ്ടാവും, അടിമോളും. ഇതൊരു പീസ്, അതിന്റെ ലൈനിങ് വിത്ത് ലൈനിങ്, ഇങ്ങനത്തെ ഓരോ പീസ് നമ്മൾ യോജിപ്പിച്ച് ചെയ്യാണ് ഇപ്പോൾ. ഒരു മണിക്കൂർ കൊണ്ട് ഒരെണ്ണം തുന്നി കഴിയും. ഓക്കെ, അങ്ങനെ തുന്നി വരുമ്പോൾ ഇങ്ങനെ ഫൈനൽ ഇങ്ങനെ വരും. ഓക്കെ, ഇതിനി നമ്മുടെ ആ കൊടക്കമ്പിയിലേക്ക് തുന്നി പിടിപ്പിക്കും. അത് മാനുവലി തന്നെ അല്ലേ? ഫുൾ ഇങ്ങനെ അതെന്തിനാ അങ്ങനെ വെക്കണേ? അവിടെ പോക്കറ്റ് ഫ്രെയിം ഉണ്ടല്ലോ, ഞാനിവിടെ പോക്കറ്റ് വെക്കുന്നത് കണ്ടു. അതെന്തിനാ? അത് ആ ചൂരില് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ്. ആ കമ്പി ഇതിലാണ് കയറ്റുക. എല്ലാ വർഷവും നിങ്ങൾ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഈ വർഷം എന്തായിരിക്കും ഒരു ഹൈലൈറ്റ് നമ്മുടെ കുടമാറ്റത്തിൽ? നമ്മൾ ഈ കൊണ്ടുവരുന്ന തുണി കൊണ്ട് നമ്മൾ ചെയ്യണത് തന്നെയാണ് അതിൻ്റെ. പിന്നെ അതിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്, ഓരോ വെറൈറ്റി നോക്കി ചെയ്ത് കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യം അതുപോലെ മാറ്റം മീൻസ് വീണ്ടും അതുപോലെ വരാതെ ശ്രമിക്കും അല്ലേ? ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യും, ഡിഫറെൻറ്റ് പാറ്റേൺ അതൊക്കെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ശരിക്കും ഒരു കുട ഉണ്ടാക്കാൻ എത്ര മീറ്റർ വേണം തുണി? 3 മീറ്റർ വേണം. അത്രയും വലുതാണല്ലേ? 3 മീറ്റർ തുണി വേണം. അതിന്റെ ലൈനിങ് 3 മീറ്റർ. എന്തിനാ ലൈനിങ് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് തന്നെ നിൽക്കില്ല, ബലം കിട്ടില്ല. ബലം കിട്ടാതെ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയാണ് ഒരു കുട ഉണ്ടായി വരുന്നത്. എത്ര ശരിക്കും ഈ മൊത്തം സെറ്റ് ഉണ്ടാക്കാൻ 2.5 മാസം മതി. 2.5 മാസത്തെ പണിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ എന്താ ചെയ്യുക ചേട്ടൻ? ഞങ്ങൾ വേറെ ഇതുപോലെ തന്നെ ഏജൻസികളുണ്ടാവും, ഇങ്ങനെ വാടക കൊടുക്കണ ഏജൻസികളുണ്ടാവും. അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും. അതെ, അവരുടെ വർക്കുകൾ വീട്ടിലേക്ക് കൊണ്ടുവരും, വീട്ടിൽ നിന്ന് പണി. അപ്പോൾ ഈ കുടയാണ് നമ്മുടെ ഹൈലൈറ്റ്. വർഷം നീളം കുറേ പഠിക്കാരുണ്ടോ? കുറേ പേരുണ്ടോ? വീട്ടിലാകുമ്പോൾ ഒരു 3-4 പേരുണ്ടാവുള്ളൂ. അതുപോലെ നെറ്റിപ്പട്ടം അതും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വയനാട്ടുകാരെ തന്നെയാണ്. നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കച്ചക്കയറും മണിക്കൂട്ടും ആനയ്ക്കുള്ള കഴുത്തിലോട്ടൊന്നും അതൊക്കെ ഇവിടെ ഉണ്ടല്ലേ? അതൊക്കെ പണി കഴിഞ്ഞു. ഇനി കുടവരെ വർക്കുള്ളൂ. അപ്പം നിങ്ങൾ ഒരു കൊല്ലം ചെയ്ത കുടകൾ പിന്നെ അടുത്ത കൊല്ലമാകുമ്പോൾ അതെങ്ങനെയാ? അടുത്ത കൊല്ലത്തേക്ക് ഉപയോഗിക്കില്ല. തുണി മാറ്റിയിട്ട് ബാക്കിയൊക്കെ ബാക്കിയുള്ളതൊക്കെ പെയിന്റ് ചെയ്ത് പുതുക്കും. അപ്പോൾ ഈ തുണി മാത്രമാണ് നമ്മൾ വർഷം മാറ്റുന്നത്, അതിന്റെ ഡിസൈൻസും കാര്യങ്ങളും. വർണ്ണമനോഹരമായ കുടകൾ നിർമ്മിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിൽ പരിചയപ്പെട്ടത്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.